ഒരു അമ്മ കഥ പറയുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഭാവനയാണ് ജനിക്കുന്നത്. ഇതൊരു വെറും വാക്കല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. എൻ്റെ ബാല്യത്തിൽ എൻ്റെ അമ്മ കഥ പറഞ്ഞത് എന്നെ ഉറക്കാൻ വേണ്ടിയല്ലായിരുന്നു, എൻ്റെ ഉള്ളിൽ ഒരു ലോകം പണിയാനായിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഒരു കുഞ്ഞിൻ്റെ ഇമാജിനേഷൻ, കുഞ്ഞിൻ്റെ ആത്മവിശ്വാസം, കുഞ്ഞിൻ്റെ ലോകത്തെ കാണുന്ന രീതി, ഇതൊക്കെ വളരെ ചെറിയ നിമിഷങ്ങളിൽ നിന്നാണ് തുടങ്ങിയിരുന്നതെന്ന്. രാത്രിയിൽ കറണ്ട് പോയിരുന്ന സമയത്തും അല്ല എങ്കിൽ എല്ലാ രാത്രിയിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈമിൽ അമ്മ ഞങ്ങളെ ഇരുത്തി കഥകൾ പറഞ്ഞു തരും. എന്നേക്കാൾ ഒരുപാട് മുതിർന്ന ചേച്ചിയും ഈ കഥ കേൾക്കാനിരിക്കും. മൃഗങ്ങളുടെ കഥകൾ, പുരാണ കഥകൾ, ദേവന്മാരുടെ കഥകൾ, ഗ്രാമത്തിൻ്റെ കഥകൾ, അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഥകൾ. അങ്ങനെ അമ്മയുടെ കഥകൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ജീവിതാനുഭവങ്ങളുടെ കഥയും ഉണ്ടായിരുന്നു, അമ്മയുടെ ഭാവനയിലുള്ള കഥകളും ഉണ്ടായിരുന്നു. ഓരോ കഥയിലും എന്നെയും ഒരു ചെറിയ കഥാപാത്രമാക്കി മാറ്റും. രാമൻ്റെ കഥ പറയാൻ തുടങ്ങുമ്പോൾ അമ്മ പറയും, കുഞ്ഞെ, നിന്റെ നാള് ശ്രീരാമൻ്റെ നാളാ, അതുമാത്രം മതി എനിക്ക് ശ്രീരാമൻ്റെ കഥ കേൾക്കാൻ. അപ്പോൾ എനിക്ക് തോന്നും, ആ കഥയ്ക്കുള്ളിൽ ഞാനും ഉണ്ടെന്ന്, ഞാനും ആ ലോകത്തിൻ്റെ ഭാഗമാണെന്ന്. പിന്നെ ഞാൻ ആ ഒരു രീതിയിലേ എല്ലാം വിഷ്വലൈസ് ചെയ്യത്തുള്ളൂ. നന്ദിനി പശുവിൻ്റെ കഥ പറയുമ്പോൾ അമ്മ പറയും, നമ്മുടെ വീട്ടിലെ നന്ദിനിക്ക് അമ്മ പേരിട്ടത് നന്ദിനിയെ ഓർത്തിട്ടാണ്, കാമധേനുവിൻ്റെ മകളെ. അവിടെയും അമ്മ ചെറിയ പൊടിക്കൈകൾ കാണിക്കും. ഒരു ചെറിയ പശുവിനെ പോലും അമ്മയെ അത്ഭുതമാക്കി കാണിക്കും. അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല അതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരുന്നുവെന്ന്. ഞാനും എൻ്റെ അടുത്ത തലമുറയ്ക്കും കഥകൾ പറഞ്ഞു കൊടുത്തു, എൻ്റെ മകൾക്കും. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ കഥയല്ല പറഞ്ഞത്, എൻ്റെ ഇമാജിനേഷനെ ജീവനോടെ സൂക്ഷിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു നിത്യവും. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം റെഡിമെയ്ഡായിട്ട് കൊടുക്കുകയാണ്. റെഡിമെയ്ഡായിട്ട് കാർട്ടൂൺസ് കൊടുക്കുന്നു, വീഡിയോസ് കൊടുക്കുന്നു, അവർ റീലുകൾ കാണുന്നു, റെഡിമെയ്ഡ് എൻ്റർടൈൻമെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷെ അവിടെ കുഞ്ഞിന് സ്വപ്നം കാണാനുള്ള അവസരമില്ല. കഥ മനസ്സിൽ സൃഷ്ടിക്കാൻ കുഞ്ഞിന് സമയം കിട്ടുന്നില്ല. അതിനാലാവാം ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റാത്തത്. കുറച്ച് സമയം സ്വയം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ബോറടിക്കുന്നു എന്ന് പറയുന്നത്. മൊബൈൽ ഇല്ലാതെ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നതും അതുകൊണ്ട് തന്നെയാ. സ്വന്തം ഇമോഷനോട് പ്രതികരിക്കാൻ കുട്ടിക്ക് പറ്റാറില്ല പലപ്പോഴും. സ്വന്തം ഇമോഷൻസ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക്. ഇതിന് കാരണം ഇമാജിനേഷൻ മെല്ലെ മെല്ലെ അടഞ്ഞു പോകുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരമ്മയ്ക്ക് എപ്പോഴും പല മാജിക്കുകളും ചെയ്യാൻ സാധിക്കും. വില കൂടിയ ഒരു ടോയ് കൊണ്ടല്ല, ഒരു കഥ കൊണ്ട്, ചെറിയൊരു ചേർത്ത് പിടിക്കൽ കൊണ്ട്, ഒരു ശബ്ദം കൊണ്ട്, ഒരു ചെറിയ കണക്ഷൻ കൊണ്ട്, ഒരു കുഞ്ഞിൻ്റെ അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് തോന്നുന്നു എന്നൊരു ചോദ്യം കൊണ്ട്. പലപ്പോഴും 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന ഈ രീതി വളരെ ഫലപ്രദമാണ്. നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. അടുത്ത അധ്യയന വർഷം പഠനം പ്രയാസമാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളോട് പടവെട്ടാൻ നിൽക്കാതെ അരമണിക്കൂർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. കുട്ടിയുടെ ബ്രെയിനിൽ പുതിയ ലോകങ്ങൾ ജനിപ്പിക്കുവാൻ ആരംഭിക്കുക. ഒരു മഴ വന്ന ദിവസം വാതിൽ തുറന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചു, മഴയുടെ മണം കേൾക്കുന്നുണ്ടോ എന്ന്. ഞാൻ ശ്രദ്ധിച്ചു, മഴയുടെ ശബ്ദമാണ് കേൾക്കുന്നത്, മണം എങ്ങനെ കേൾക്കാനാ? കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, മണ്ണിൻ്റെ മണം അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ശരിയാ, മഴ കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ഒരു പച്ചമണ്ണിൻ്റെ മണം വരും. ഇതൊക്കെ പ്രകൃതിയുമായി കണക്ട് ചെയ്യുവാൻ എന്നെ എൻ്റെ അമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ആലിപ്പഴം പൊഴിയുമ്പോൾ അത് പെറുക്കിക്കൂട്ടാൻ, ഉമിക്കകത്ത് വയ്ക്കാൻ, മഴവില്ല് കാണുമ്പോൾ തുള്ളിച്ചാടാൻ, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഇതെന്താണ് എന്ന് നമ്മളൊന്ന് ജെന്യുവിനായിട്ട് കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി ആ ചിത്രത്തിന് പല കഥകളും ഉണ്ടാക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് യാതൊരു ബൗണ്ടറിയും ഇല്ലാതെ തന്നെ ഒരു പേപ്പറിൽ അവൻ്റെ ഭാവന വരച്ചിടാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുക? 6 വയസ്സാകുന്നതിന് മുൻപ് തന്നെ കുട്ടിയെ
ഏതെങ്കിലും ഡ്രോയിങ് മാസ്റ്ററുടെ അടുത്ത് കൊണ്ടുചെല്ലും. അവിടെ മാഷിൻ്റെ നിയമാവലികളായിരിക്കും അവൻ്റെ മുന്നിൽ പിന്നീട് തെളിയുക. കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായിട്ട് വിടണം. ഇത് അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇന്ന് എൻ്റെ അനുഭവം എൻ്റെ ബാല്യത്തിൽ എന്തായിരുന്നുവെന്ന് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങൾ ബോറടി ഇല്ലാതെ, മൊബൈൽ അഡിക്ഷൻ ഇല്ലാതെ ജീവിക്കാനുള്ള ജീവിതാനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് വേറെ ആരുടെ അടുത്ത് നിന്ന് പഠിച്ചതല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശീലിച്ചത് മാത്രമാണ്. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സേഫ്റ്റിയാണ്. നമുക്കും ഇമോഷണലി സ്ട്രോങ് ആയി നിൽക്കാൻ കഴിയണം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ കുഞ്ഞിനും സാധിക്കണം. എൻ്റെ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കുട്ടിക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ, എനിക്ക് സ്വപ്നം കാണാൻ സാധിക്കും എന്ന് കുഞ്ഞിന് ഫീൽ ചെയ്താൽ, ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ ശക്തമാക്കുകയാണ് നമ്മൾ. അമ്മയ്ക്ക് ഒരുപാട് പൊടിക്കൈകളുണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ. എൻ്റെ ശ്രദ്ധയെ മാത്രമല്ല, ഏത് കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നാലും അമ്മ ഈ പൊടിക്കൈകളൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കും. മരങ്ങളെപ്പോലും കഥാപാത്രങ്ങളാക്കും. മൃഗങ്ങൾക്ക് ഇമോഷൻസ് കൊടുത്ത് സംസാരിക്കും. വീട്ടിലെ ഓരോ വസ്തുവിനും ഓരോ കഥകളുണ്ടാക്കും. ഇങ്ങേയറ്റം അടുപ്പിലിരിക്കുന്ന വിറകിന് വരെ അമ്മ കഥ വെക്കും. അതുകൊണ്ടാവാം ഇന്നും എനിക്ക് ഈ ലോകം ജീവനുള്ളതുപോലെ തോന്നുന്നത്. ഇന്ന് പേരൻസിനോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, കുഞ്ഞുങ്ങൾക്കെല്ലാം വാങ്ങി കൊടുക്കേണ്ടതില്ല. പക്ഷേ അവരുടെ ഇമാജിനേഷൻ ജീവിച്ചിരിക്കാൻ നിങ്ങൾ 100% ശ്രദ്ധയോടെ ഇരിക്കണം. രാത്രിയിൽ ഒരു 10 മിനിറ്റ് കുഞ്ഞിനോട് കഥ പറയൂ. അതും കുഞ്ഞിനെ ഇടത്ത് കൈയിലേക്ക് കിടത്തി കുഞ്ഞിനെ ഒന്ന് തലോടിക്കൊണ്ട് കഥ പറഞ്ഞ് നോക്കിക്കേ. കുഞ്ഞിൻ്റെ വൈബ് മാറും. കുഞ്ഞിൻ്റെ കുസൃതികൾ വേണ്ട രീതിയിലേക്ക് മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് അപകടകരമല്ലാത്ത രീതിയിലേക്ക് മാറാൻ തുടങ്ങും. കുഞ്ഞുങ്ങൾ പറയുന്ന ചോദ്യങ്ങൾ കേൾക്കണം കേട്ടോ. അവരെ ഇൻ്ററപ്റ്റ് ചെയ്യാതെ സംസാരിക്കാൻ അനുവദിക്കണം. കാരണം ഒരു കുഞ്ഞിൻ്റെ ഭാവി മാർക്ക് കൊണ്ടല്ല വളരുന്നത്. മാർക്കൊക്കെ വേണം, പക്ഷെ അതിനും അപ്പുറം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനാവും. ഞാൻ എന്താ ഇത് പറയുന്നതെന്നറിയുമോ? ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സ്കൂളിൽ പലവട്ടം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തതാണ്. കുഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ലോകം കൊണ്ടാണ് കുഞ്ഞ് വളരുന്നത്. ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞ് വളർന്ന് വലിയവനാകില്ല. ഓർമ്മിക്കുക, വലിയവനായി കഴിഞ്ഞാലും അവന് കിട്ടിയ ഒരു ടോയിയെക്കുറിച്ച് അവൻ ഓർക്കണമെന്നില്ല. പക്ഷേ രാത്രിയിൽ അമ്മ പറഞ്ഞ കഥകൾ, ആ രാത്രിയിൽ അമ്മയുടെ ശബ്ദം, അമ്മ സൃഷ്ടിച്ച ആ മാജിക്കൽ ലോകമുണ്ടല്ലോ, അവൻ്റെ മാജിക്കൽ വേൾഡ്, അതവൻ്റെ ജീവിതം മുഴുവൻ അവൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊള്ളും. ഒരമ്മ കഥ പറയുമ്പോൾ ഒരു വെറും കഥയല്ല ജനിക്കുന്നത്, ഒരു കുഞ്ഞിൻ്റെ ആത്മാവാണ് ഉണരുന്നത്. നമ്മുടെ ലെറ്റ്യൂഡ് ലൈഫ് സ്റ്റൈലിൽ ബി ട്രൂ ടു യുവർ സെൽഫ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് നമ്മൾ ഈ ലോകത്തിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ ആ കുഞ്ഞിന് വേണ്ടി സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒന്നുമല്ലെങ്കിൽ ആ കുഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കുന്ന കാലം വരെയെങ്കിലും, അതിനപ്പുറത്തോട്ട് അവർ വളർന്നു പോയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ബാല്യം മുതൽ നമ്മൾ കുഞ്ഞിനോടൊപ്പം നിൽക്കണം. കുഞ്ഞിനെ വളർത്തി പ്രാപ്തിയാക്കുക എന്നുള്ളത് നമുക്ക് മാത്രം, നമ്മുടെ കുഞ്ഞിനെ വളർത്തി പ്രാപ്തിയാക്കാനുള്ള അറിവും കഴിവും നമ്മുടെ ഉള്ളിൽ തന്നിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്. അത് ഓർമ്മിക്കുക. നമ്മുടെ കുഞ്ഞിന് വേണ്ടതെല്ലാം കൊടുക്കുവാനുള്ള നിധി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള നിധി എടുക്കാനുള്ള കാര്യങ്ങളും പരിശീലിപ്പിക്കേണ്ടത് അവരുടെ ബാല്യത്തിൽ നമ്മളാണെന്ന് ഓർമ്മിക്കുക. ഒരമ്മയോ ഒരമ്മൂമ്മയോ ഒരു ടീച്ചറോ പറയുന്നത് പോലെ മാത്രം ഇതിനെ കേൾക്കുക. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പിഴവുകൾ സംഭവിക്കുന്നത് കണ്ട്, അവർ വേദനിക്കുന്നത് കണ്ട് സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോഴും അവർക്ക് വേദന മാത്രം മിച്ചമാണെന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അടുത്ത അധ്യയന വർഷം നമ്മുടെ ഒരു കുഞ്ഞിന് പോലും ആ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ന് ഈ നിമിഷം മുതൽ കൂട്ടുകൂടി അവരോട് കഥ പറഞ്ഞ് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ലൈഫ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, മറ്റ് ബന്ധുക്കൾ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യം.
ഞാൻ പറയുന്നതിനെ ആ അർത്ഥത്തിൽ തന്നെ കാണുക. ഈ വീഡിയോ ഇഷ്ടമായോ, ഈ വോയിസ് ഓവർ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം. വിശദമായി എഴുതിക്കോളൂ. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ എടുത്ത് അടുത്ത ദിവസം കൂടുതൽ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവരാം. ഇന്ന് 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് കൂടി പറയാം. ഈ കുഞ്ഞുങ്ങളൊക്കെ മൊബൈലിൻ്റെ പിന്നാലെ പോകുമ്പോഴും റീൽസ് കണ്ടു പോകുമ്പോഴും ഒക്കെ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഓവർ ഇട്ടത്. ഈ മാതൃദിനത്തിൽ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക്, ഈ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.